മാർക്കോ പോലുള്ള വയലന്റ് സിനിമകൾ ഇനി നിർമ്മിക്കില്ല എന്നും നിലവിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയിൽ അത്തരം രംഗങ്ങൾ ഒഴിവാക്കണമെന്നും സംവിധായകനോടും തിരക്കഥാകൃത്തിനോടും പറഞ്ഞുവെന്ന് മാർക്കോയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് ഇന്ന് പത്രക്കാരോട് പറയുകയുണ്ടായി. സിനിമയെ സിനിമയായി കാണുമെന്നും മാർക്കോ പോലെ സിനിമകൾ ഇത്രമാത്രം യുവതലമുറയെ സ്വാധീനിക്കുമെന്ന് കരുതിയില്ലെന്നും സിനിമയെ മാത്രമേ ശ്രോതാക്കൾ കാണുള്ളെന്നും 18 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ കാണരുതെന്നുള്ള നിർദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തെന്നും പക്ഷേ സിനിമ കുട്ടികൾ കണ്ടതും ഇപ്പോൾ അതൊക്കെ ഒരു വയലൻസിന് കാരണമാകുന്നെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത്തരം സിനിമകൾ നിർമ്മിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാലും നല്ല തീരുമാനം. പക്ഷേ ഈ മാർക്കോ പോലുള്ള സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത അതിന്റെ ചുമതല അതിന്റെ ഇതിൽ ആ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സൈക്കോ അവരായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാർക്കോ പോലുള്ള സിനിമയ്ക്ക് സെൻസറിങ്ങിന് ഒരിക്കലും സർട്ടിഫിക്കറ്റ് അവർ നൽകില്ലായിരുന്നു. എങ്ങനെ അത്തരം സിനിമകൾക്ക് അത് കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മാർക്കോയുടെ ക്ലൈമാക്സിലെ ആ കുറച്ച് രംഗങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ, ഇപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീയെ വയറ്റിലേക്ക് ചവിട്ടി ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച് നടന്നു പോകുന്ന രംഗങ്ങളൊക്കെ ഒരു മലയാള സിനിമയിലുണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമ അതേപോലെ ഇറങ്ങിയ സിനിമയാണ്. അതിൽ ഒരു അച്ഛൻ മകനോട് പറയുന്നുണ്ട്, നിനക്ക് ആദ്യം കള്ള് തന്ന ആരാണ്? അപ്പോൾ മകൻ പറയുന്നു അച്ഛൻ. നിനക്ക് ആദ്യമായിട്ട് പെണ്ണിനെ തന്ന ആരാണ്? ഒരു സ്ത്രീ ആസ്വദിക്കുന്ന നിനക്കാരാണ്? അതും അച്ഛൻ തന്നെ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അച്ഛനും ഒരു സിനിമ മലയാള സിനിമ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഓഫീസർ ഓൺ ദ ഡ്യൂട്ടി, അതും നിനക്ക് കഞ്ചാവ് മയക്കും മരുന്ന് വയ്ക്കുന്ന 4-5 ക്രിമിനലുകളെ അവരെ വില്ലത്തരത്തെ ആളുകൾ കൈയടിക്കുന്ന രീതിയിൽ ഈ വില്ലന്മാരെ അങ്ങനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിൽ തന്നെയാണെങ്കിൽ മയക്കുമരുന്ന് പിന്നെ ഈ ATM കാർഡിലേക്ക് വെച്ച് വലിച്ചു കയറ്റുന്നു, എന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ, അങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ, ഇതിനേക്ക് ഒരു ആസ്വദിക്കുന്ന രീതിയിൽ യുവതലമുറ വഴിതെറ്റിക്കുന്ന സിനിമകൾക്കൊക്കെ പങ്കെടുക്കും. ഇപ്പോൾ ജഗദീഷ് പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ആർക്കും സ്വാധീനിക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാവരെയും അല്ലെന്നേ ഉള്ളൂ. ഇപ്പം നല്ലതിറങ്ങിയാലും മോശം ഇറങ്ങിയാലും നല്ലതാരെങ്കിലും നല്ലൊരു സിനിമ കണ്ട് ഒരാൾ നല്ലതിലേക്ക് പോയാൽ ആ വാർത്തയാവുന്നില്ല. പക്ഷെ മോശമാവുന്ന വാർത്തകളാണ് പുറത്ത് വരുന്നത്. അതുകൊണ്ട് മാത്രം അത് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ആ ഒരു മനുഷ്യന്റെ മാറ്റം നമ്മളെങ്ങനെ അറിയുന്നത്? അയാൾ നല്ലതിലേക്ക് പോയാൽ മാറ്റം നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ജഗദീഷിന്റെ ആ അഭിപ്രായത്തോടൊന്നും നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല. ഇത്തരം സിനിമകളെ നിയന്ത്രിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഈ ഇത്തരം സിനിമകൾ ഇനി എടുക്കില്ല എന്ന് പറഞ്ഞു വന്ന ആ നിർമ്മാതാവിനെയും നമുക്ക് അദ്ദേഹത്തിന്റെ നിലപാടിന് കൈയടിക്കാം. അതുപോലെ പണി എന്ന് പറഞ്ഞ സിനിമയിലും അതും ഇതുപോലെ കുറെ വയലൻസ് കാണിച്ചു. അതൊക്കെ കുറച്ചിരുന്നെങ്കിലും ഈ പറഞ്ഞ 3 സിനിമകളിൽ ഇത് വയലൻസിന്റെ തോതുന്ന് കുറച്ചിരുന്നെങ്കിലും കഥയും നല്ല സിനിമകളുണ്ടെങ്കിൽ ഇവിടെ ഈ ദൃശ്യവും പിന്നെ ലൂസിഫറും പോലുള്ള സിനിമകൾക്ക് വിജയിച്ചില്ലേ, കോടിക്കണക്കിന് രൂപ കളക്ഷൻ നേടിയ സിനിമകളാണ്. അപ്പം നല്ല സിനിമയും നല്ല കഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വയലൻസ് കാണിച്ചാൽ സിനിമ വിജയിക്കുന്നുള്ള ധാരണ വേണ്ട. നല്ല മലയാളികൾ എന്നും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പുതുതലമുറയെ നശിപ്പിക്കുന്ന, അവർ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കഞ്ചാവും മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ അമിതമായി കുത്തിക്കയറ്റുന്നതും ഇത്തരം വയലൻസുകൾ കാണിക്കുന്നതുള്ള സിനിമകൾ സെൻസർ കൊടുക്കാത്ത രീതിയിൽ അവിടെയും ശ്രദ്ധിക്കപ്പെടണം. ഇത്തരം നിർമ്മാതാക്കളും ഇത്തരം സിനിമകൾ നമ്മുടെ സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന സിനിമകൾ ഉണ്ടാക്കരുതെന്നുള്ള തീരുമാനത്തിലേക്ക് എല്ലാ നിർമ്മാതാക്കളും വരണമെന്നാണ് ഒരു ശ്രോതാവ് എന്ന നിലയിൽ എനിക്കും പറയാനുള്ളത്.